ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണോ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നിങ്ങളെല്ലാവരും നോമ്പൊക്കെ ആവാനായി. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുക്കറപ്പം കേട്ടോ. അത് ബറാത്തിൻ്റെ രാവിലെ ഉണ്ടാക്കിയതാണ്. പിന്നെ ഞാനിപ്പോഴാണ് വിടുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇത് വൈകുന്നേരമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഉണ്ടാക്കി ചൂട് താറാൻ വരെ സമയമില്ല മക്കൾക്ക്. അപ്പോഴേക്കും ഇത് കഷ്ണം മുറിച്ച് കൊടുക്കാൻ പറഞ്ഞ്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്ന റെസിപ്പി എങ്ങനെയെന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാൽ ഞാൻ വിടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു ഗ്ലാസ് സ്റ്റീലിൻ്റെ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് അരിയാണ് വെള്ളത്തിലിട്ട് പൊതിർത്തിയത്. അത് കഴുകി നല്ലോണം പിന്നെ ഊറ്റിയതിന് ശേഷം മിക്സീൻ്റെ ജാറിലിട്ടെടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ ഇതാ ഞാൻ ഒരു മുറി തേങ്ങൻ്റെ ഇങ്ങനെ കത്തിയോണ്ട് പൂണ്ടെടുത്തിക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ആ തേങ്ങ ഇട്ട് നല്ലോണം ഒന്ന് അരക്കുകയാണ്. ഞാൻ ചോറ് കൂട്ടിയില്ല, ചോറ് ഇല്ലേന്ന് തൊട്ട് എടുത്ത്. അപ്പോൾ ചോറ് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ചോറ് കൂട്ടിയില്ല. അങ്ങനെ എന്താ ശർക്കര ഒരു 3 ആണി ശർക്കരയാണ് കേട്ടോ ഞാൻ എടുത്തത്. അത് നല്ലോണം വെള്ളം പറഞ്ഞ് ഉരുകിയതിന് ശേഷം ഈ അരച്ച മാവിലേക്ക് ഇത് ഒഴിക്കുകയാണ് കേട്ടോ. പിന്നെ ചെറിയ ജീരകം ഇതിലേക്ക് അരക്കണേലും കൂട്ടും. ഞാൻ അങ്ങനെയാണ് ഇട്ടുകേട്ടോ, ഞാൻ മറന്നു പോയിട്ടോ ഇടാൻ. അരക്കണേൽ ഇടണം കേട്ടോ. പിന്നെ ഏലക്കായ ഉണ്ടെങ്കിൽ അതും ഇടുക. അപ്പോൾ ഏലക്കായ എൻ്റെ അടുത്തില്ല, അപ്പോൾ ഞാൻ ഇട്ടില്ല കേട്ടോ. എന്താ പറയാതിന് ഉണ്ടാക്കുക വിചാരിച്ചിങ്ങനെ നിന്നപ്പോൾ പിന്നെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ ഇതാണ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതാ അതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡ, ഒരു നുള്ള് ഉപ്പ്, അതും ഇതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിതാ നല്ല കുറച്ച് ലൂസിൽ വേണം കേട്ടോ, അധികം മുറ്റാവരുത്. എന്നാലാണ് എന്താ പറയുക നല്ല ആരെടുത്ത് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നല്ലോണം ഇളക്കി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കുക്കർ ഞാൻ അടുപ്പത്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ചൂടോടുക്കെ തന്നെ ശർക്കര പാനി ഈ അരി അരച്ച മാവിലേക്ക് ഒഴിക്കണം. എന്നാലാണ് പിന്നെ അതേപോലെ തന്നെ കുക്കറിലേക്ക് ഇത് ഒഴിക്കണം ചൂടിൽ തന്നെ കേട്ടോ. അപ്പോൾ നല്ല ഇതിൽ നന്നാവും കേട്ടോ. അപ്പോൾ ഇതാ കുക്കർ ഒഴിച്ചതിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ചെറിയ കഷ്ണം തേങ്ങ, ഒരു മുറി തേങ്ങേൻ്റെ കുറച്ചെടുത്താണ്ട് കൊത്തി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതാണ്. ബാക്കിയുള്ളതാണ് ഞാൻ അരിയിലേക്ക് കൂട്ടിയത് കേട്ടോ. നമുക്കിവിടെ തേങ്ങ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളത് ഇങ്ങനെ ഒപ്പിച്ചുണ്ടാക്കുകയാണ്. അപ്പോൾ ഇതാ ഇത് കഷ്ണങ്ങൾ നല്ലോണം വെളിച്ചെണ്ണയിലിട്ടൊന്ന് നല്ലോണം വാടി ഒന്ന് ഒരു ബ്രൗൺ കളറാണ് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല സ്മെല്ല് വരും കേട്ടോ. അങ്ങനെ ഇത് നല്ലോണം ഇളക്കിയതിൻ്റെ ശേഷം പിന്നെ ചെറിയ ഉള്ളി ഉണ്ട്, അതൊരു 5-6 എടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് തേങ്ങ ഒന്ന് ബ്രൗൺ കളറായതിൻ്റെ ശേഷം അത് ഇട്ട് കൊടുത്താൽ മതി. കാരണം ഉള്ളി വേഗം ആവുമല്ലോ. തേങ്ങയാണ് കുറേ സമയം എടുക്കുക. അപ്പോൾ പിന്നെ ഉള്ളി കരിഞ്ഞു പോവും, തേങ്ങ പിന്നെ ഇതാവും, അങ്ങനെയാണ്. അപ്പോൾ തേങ്ങ ആദ്യം ഇട്ടെടുത്തിട്ട് ഉള്ളി ഇട്ടാൽ മതി. അപ്പോൾ ഞാനിതാ അത് ഏകദേശം അങ്ങനെ ആയതുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ റെസിപ്പിയൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുതിട്ട് എല്ലാവരും. പിന്നെ കമൻറ്റ് ചെയ്യാൻ എല്ലാവർക്കും മടിയാണ്. എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇട്ടൂടെ നിങ്ങൾക്ക്, വീഡിയോൻ്റെ അഭിപ്രായം പറയണം. പിന്നെ ഞാനൊരു കയ്യിൽ മൊബൈൽ പിടിച്ചിട്ടൊരു കൈ കൊണ്ടാണ് ഇത് ചെയ്യണം കേട്ടോ. ഇത് മൊബൈൽ വെക്കാനുള്ള സ്റ്റാൻഡൊന്നുമില്ല. ഞാൻ യൂട്യൂബ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. ഒരു ശബ്ദം കൊടുക്കുമ്പം തന്നെ ഒരു ടെൻഷൻ ഉണ്ട് കേട്ടോ. ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്യണമാകുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും, ഇത് പറഞ്ഞ് ശരിയായണോ ഏതാന്നൊക്കെ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് മാറി കിട്ടാൻ കുറേയൊക്കെ റെഡി ആയിട്ടുണ്ട്. ആദ്യത്തെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഇത് എന്ത് വീഡിയോ എന്നൊക്കെ എല്ലാവരും വിചാരിക്കും കേട്ടോ. ക്ഷമിക്കണം. അങ്ങനെ ആദ്യമായിട്ട് ചെയ്യണം, എല്ലാവർക്കും ഉണ്ടാവും ഈ പ്രശ്നങ്ങൾ കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ മൈക്കൊന്നും ഇല്ല കേട്ടോ, അതാണ് എൻ്റെ സൗണ്ട് കുറവ് കേട്ടോ ഈ വീഡിയോയിൽ. അപ്പോൾ തേങ്ങ ഏകദേശം കുറേയൊക്കെ ആയി. അതിൻ്റെ ശേഷം ഞാൻ ഉള്ളി ഇട്ട് കൊടുത്തന്നെ. ഉള്ളി ആയിട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പിന്നെ മാവിലും ചേർക്കണം, കുറച്ച് നമുക്ക് മാവ് ഒഴിച്ചതിന് ശേഷം മേലെ വിതറി കൊടുക്കണം. അപ്പോൾ അതിന് ഞാൻ കോരി എടുക്കുകയാണ് കേട്ടോ. മൊത്തം കോരി എടുക്കണം കേട്ടോ, സ്പൂൺ കൊണ്ട് കോരി എടുക്കണം. ബാക്കി അതിൽ എണ്ണ അതിൽ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ എണ്ണയിൽ തന്നെയാണ് നമുക്ക് മാവ് ഒഴിക്കേണ്ടത്. അപ്പോൾ ഞാൻ 2 സ്പൂണ് ഞാൻ മാവിലിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് എല്ലാ സ്ഥലത്തൊന്നും ഒരു കടി ഇങ്ങനെ കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് കഷ്ണം മുറിച്ച് ഒന്ന് പിന്നെ നമുക്ക് ഇതിൽ വെക്കാനുള്ള സമയം പോലും മക്കൾ തന്നില്ല കേട്ടോ. ഇത് പെട്ടെന്ന് മുറിച്ച് വേണം പറഞ്ഞപ്പോൾ ഞാൻ മുറിച്ചെടുക്കുന്ന വീഡിയോ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിൽ വേറെ ഒന്നും ഞാൻ പാത്രത്തിൽ വെച്ചിട്ടൊന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കണം വിചാരിച്ചു, അതിനൊന്നും സമ്മതിച്ചില്ല കേട്ടോ. അപ്പോൾ ആ എണ്ണയിൽ തന്നെ ഞാൻ ഈ മാവ് ഒഴിച്ച് പിന്നെ ഉള്ളി തേങ്ങയിട്ട് മിക്സാക്കിയ മാവ് അതിലേക്ക് ഒഴിച്ചിട്ടോ. ആ ഗ്യാസ് നല്ല സ്പീഡിൽ തന്നെ വെച്ചിട്ടാണ് അത് ഒഴിക്കാൻ കേട്ടോ. ആ ഒഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാൻ ഒരു 35 മിനിറ്റാണ്. ഞാൻ ആദ്യം ഒരു കുക്കറിൽ വെച്ചപ്പോൾ 35 മിനിറ്റ് കേട്ടോ കുക്കറപ്പം ഉണ്ടാവാൻ.
പക്ഷേ ഇത് നല്ല കട്ടിയുള്ള പുതിയ കുക്കറാണ്. അപ്പോൾ ഇത് പെട്ടെന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ കഴിഞ്ഞേരം ഒന്ന് മൂടി തുറന്ന് നോക്കിയപ്പോൾ ഇതായിട്ടുണ്ട്, അല്ലെങ്കിൽ ആകെ കരിഞ്ഞു പോയിരുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നിയതാണെന്ന് എടുത്ത് വെക്കാമെന്ന്. അപ്പോൾ ഓരോ കുക്കറിനും ഓരോ സൈസാണ് വേവ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പിന്നെ വിസിൽ ഊരിയൊക്കെ നിങ്ങൾ മറന്നു പോയത്, അത് ഊരിയൊക്കണം. അറിയാത്തവരോട് പറയാണ് കേട്ടോ, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാവും. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിൽ പറഞ്ഞു തരാമെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇല്ലെങ്കിൽ നമുക്ക് എപ്പോഴും മൂടി തുറന്ന് വെക്കാമല്ലോ. മാവ് പാർന്ന് അപ്പം തന്നെ ചെയ്യാതെ കേട്ടോ, കുറച്ച് കഴിഞ്ഞിട്ട്. ഇപ്പോൾ അത് ഞാൻ ലോ ഫ്ലെയിമിൽ വെക്കുകയാണ് കേട്ടോ. അപ്പം ഞാനൊരു ഈളെടുത്തിട്ട് കുത്തി നോക്കിയാൽ മതി വെന്തിട്ടുണ്ടോയെന്ന് കേട്ടോ. വിസിലൊക്കെ പോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുക്കറിൽ നല്ല വെന്ത് ഞാൻ ഇറക്കി വെച്ചതാണ്. കുറേ ഞാൻ കത്തിയോണ്ട് ഇങ്ങനെ സൈഡൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷമാണ് ഞാനിങ്ങനെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഗുരുമോളിൻ്റെ അടുത്ത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വാശിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു കഷ്ണം കൊടുക്കാൻ വിചാരിച്ചിട്ടോ. ഞങ്ങളൊക്കെ പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഓതിയതിൻ്റെ ശേഷമൊക്കെയാണ് മുറിച്ച് കഴിച്ചത് കേട്ടോ. അപ്പോൾ ചൂടോടൊക്കെയായിട്ടാണ് ഇതിങ്ങനെ ചൂടറിയതിൻ്റെ ശേഷം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. കഴിക്കാൻ നല്ല ആരെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചൂടോടൊക്കെ എടുത്തിട്ടാണ് ഇതിങ്ങനെ. അപ്പോൾ അറിയാത്തവരാണെങ്കിൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം, ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ ചോറ് കൂട്ടണം. ഞാൻ ചോറ് ഇല്ലാത്തതുകൊണ്ടാണ് കൂട്ടാത്തത്. ഒരു ഗ്ലാസ് അരിക്കണ 1 സ്പൂണ് ചോറ് മതി കേട്ടോ. സ്പൂണാണേ. അപ്പം പിന്നെ ഇത്തിരി അപ്പക്കാരും കേട്ടോ, ബേക്കിംഗ് സോഡ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അസ്സലാമു അലൈക്കും.